ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. സ്ലീവ് ഡിസൈനാണ്. അപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലെ ത്രെഡും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പേളും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ. ആദ്യം ഞാൻ ഇവിടെ ബോർഡർ ഭാഗത്തായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഞാൻ എന്ത് ഡിസൈനാണ് വരച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവും. ജസ്റ്റ് ഒരു കർവ് ഷേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് ഒരു പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സ്ലീവ് ഡിസൈനാണിത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ കർവ് ഷേപ്പിലുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ചെയിൻ സ്റ്റിച്ച് ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ 4 സ്ട്രാൻഡ്സിലാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആർക്ക് പെട്ടെന്ന് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്ലീവ് ഡിസൈനാണിത്. ഇത് നമുക്ക് കുർത്തിയുടെ സ്ലീവിനും അതുപോലെ ബ്ലൗസിൻ്റെ എൻഡിങ്ങിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് നെക്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 4 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സിൽക്ക് ത്രെഡ് തന്നെ വേണമെന്നില്ല. കോട്ടൺ ത്രെഡ്സ് ആണെങ്കിൽ ഒരു 3 സ്ട്രാൻഡ്സിലൊക്കെ എടുത്താൽ മതിയാകും. വളരെ തിന്നായിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിൽ 3 സ്ട്രാൻഡ്സ് ഒക്കെ മതിയാകും. ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഭാഗത്തും നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു പോർഷനിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗത്തും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇനി ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പോയിൻ്റുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഓരോ പേൾസ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പേളും നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തല്ലോ. ഇനി അതിന് ചുറ്റിനുമായിട്ട് ഒരു 6 ബീഡ്സ് ഒന്ന് എടുക്കുക ത്രെഡിലേക്ക്. എന്നിട്ട് അതിന് ചുറ്റിനും റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലോക്കിട്ട് കൊടുക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈനാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഈ ബീഡ്സും ഈ ഒരു ത്രെഡും മാത്രം മതി നമുക്ക് ഈ സിമ്പിൾ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ലോക്ക് കൊടുത്താൽ മതി. നമ്മളിതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും, അത് തന്നെ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുതേ. Thank you.